മഴയൊക്കെ അല്ലേ ഗൈസ്. അപ്പം ഞാൻ കരുതി ബത്താസ്, കണ്ണൂർ ഇതിന് ബത്താസ് എന്നാ പറയാ, നമ്മുടെ തൃശ്ശൂർ മധുരക്കിഴങ്ങെന്ന് പറയും സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ. നമുക്കതൊന്ന് പുഴുങ്ങിയിട്ട് ചായയും കൂട്ടി കഴിക്കാം. അപ്പോൾ അതേ പുഴുങ്ങാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഉണ്ടല്ലോ നല്ലോണം കഴുകണം കേട്ടോ, കാരണം മണ്ണുണ്ടാവും. ഇത് മണ്ണിനടിയിൽ വളരുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. അപ്പോൾ അതേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ലേശം ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ അടി പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. സംഭവം മൂടി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനത്തെ ബത്താസാന്ന് അറിയില്ല, അതുകൊണ്ട് ഞാനൊരു 3 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ചായ വെക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പാല് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി വേണം എനിക്ക്. ഇവർക്ക് ചമ്മന്തി ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു കണ്ണൂർ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു സവാളേൻ്റെ പകുതി. ഇവിടെ ഉള്ളി അധികം യൂസ് ചെയ്യാറില്ല, സാധാ ചെറുള്ളി. ഇവിടെ കൂടുതൽ സവാളയാണ്. അപ്പോൾ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുളി, പിന്നെ ഉപ്പ്. ഇത്ര ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ കാന്താരി മുളകൊന്നും കിട്ടാനില്ല എന്നിവിടെ. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതാണ് എൻ്റെ ചമ്മന്തി കേട്ടോ. അപ്പോഴേക്കും വിസിൽ ഇപ്പോൾ വരും. ചായ അതിൽ ഞാൻ ഇങ്ങനെ വെക്കാം, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരൊറ്റ തിളപ്പിക്കലാണ്. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ വെക്കൂട്ടാ. നല്ലപോലെ ആ ഒരു ചായപ്പൊടിയൊക്കെ അടിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. ഇതിപ്പോൾ വിസിലടിക്കാറായിട്ടുണ്ട്, ഇതിപ്പോൾ വരും. അപ്പോൾ അതേ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബത്താസും ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി ചായ വെച്ച് കുടിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഗൈസ് നമ്മുടേത് സ്വീറ്റ് പൊട്ടാറ്റോ ബത്താസ്, നമ്മുടെ അവിടെ മധുരക്കിഴങ്ങെന്ന് പറയും തൃശ്ശൂർ. അപ്പോൾ അതും നല്ല ചായയും അതുപോലെ ദേ ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ. മഴ തുറന്നു കേട്ടോ, മഴയില്ല ഇപ്പോൾ, അടിപൊളിയാണ്. അപ്പോൾ അതേ സംഭവം റെഡിയാണ്. ഇനി കഴിക്കാൻ പോക്കാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ. അപ്പോൾ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ഈ ഭർത്താക്കന്മാർ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയില്ലല്ലോ, പ്രത്യേകിച്ച് അതിന് അഭിപ്രായം പറയാനൊന്നുമില്ല. എങ്കിലും ചമ്മന്തി തൃശ്ശൂരുകാരുടെ ചമ്മന്തി എങ്ങനെയുണ്ടായിരുന്നു? എരിവ് നന്നായിട്ടുണ്ട്, പുളി നന്നായിട്ടുണ്ട്, വേണ്ട തിന്നാത്തന്റെ മുട്ടോട് കാര്യം പറയണേ അല്ലടാ നീല. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് പറയടാ. സബ്സ്ക്രൈബ് പ്ലീസ്, നീ പറഞ്ഞോ, പറ. സബ്സ്ക്രൈബ്, ലൈക്ക്.